നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ കർഷക ദിനം ആചരിച്ചു. സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA ജോൺ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്ന് നശിക്കുന്നു. പല്ലാരിമംഗലത്ത് നിർമ്മിക്കാൻ പോകുന്ന മാതൃക അംഗനവാടിക്ക് തറക്കല്ലിട്ടു. MLA ആന്റണി ജോൺ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ ഇത്തവണ ക്രിസ്തുമസിന് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടി മാത്രം കുടിച്ചു തീർത്തത് 6.5 കോടിയുടെ മദ്യം. വാർത്തകൾ വിശദമായി. കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ കർഷക ദിനം ആചരിച്ചു. സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA ജോൺ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വർഗീസ് ജോസ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് വിഷയാവതരണം നടത്തി. യോഗത്തിൽ ആലക്കോട് കൃഷിഭവൻ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ചവർക്ക് എങ്ങനെ വിള ഇൻഷുറൻസ് ചെയ്യാമെന്ന് ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. കിസാൻ സർവീസ് സൊസൈറ്റി ഇടുക്കി ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ കർഷക ദിനം ആചരിച്ചു. പ്രസിഡന്റ് PA ജോൺ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വർഗീസ് ജോസ് അധ്യക്ഷത വഹിച്ച് വിഷയാവതരണം നടത്തി. ക്വാളിറ്റി കുറയ്ക്കാതെ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റ് ഉണ്ടാവും. നമ്മളിനി ഗവൺമെന്റ് താങ്ങുവില തരണം, അല്ലെങ്കിൽ അവരെടുക്കണം ഇവരെടുക്കണം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹോൾ വേൾഡ് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, വൃത്തിയായിട്ട് ടേസ്റ്റി ആയിട്ട് ക്വാളിറ്റി ആയിട്ട് നമ്മൾ കഴിക്കേണ്ട പോലെ തന്നെയാണ് മറ്റവരും കഴിക്കേണ്ടത് എന്ന് വിചാരിച്ച് സാധനങ്ങൾ കൊടുത്താൽ നമ്മുടെ സാധനങ്ങൾ വിറ്റുപോകും. അതിന് നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ളത്. അടുത്തത് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ്, അതിനെക്കുറിച്ചുള്ള ക്ലാസ്. അടുത്ത ഇൻകം ടാക്സ് ആൻഡ് GST. അടുത്ത വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാമെന്നുള്ളത്. മിനിസ്ട്രി ഓഫ് MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സപ്പോർട്ട് സ്കീംസ്, MSME സപ്പോർട്ട് ചെയ്യുന്ന സ്കീമുകൾ നമ്മളിപ്പോ ചോദിച്ചില്ലേ നിങ്ങൾക്ക്. അപ്പം ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ, അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയാനേ ഒക്കെ ഉള്ളൂ. അവർക്ക് പോളിസി മാറ്റാൻ പറ്റിയാൽ പോളിസി മാറ്റേണ്ട ഗവൺമെന്റ് ആണ്, ആ ഗവൺമെന്റിനെ മാറ്റേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മളിത് കൃത്യമായിട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഗവൺമെന്റ് തന്നെ നമ്മുടെ വഴിയെ വരും. ജോഷി പനച്ചനാനിക്കൽ കർഷകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി ഇൻചാർജ് പത്രോസ് MP സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ ആലക്കോട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ചവർക്ക് എങ്ങനെ വിള ഇൻഷുറൻസ് ചെയ്യാമെന്ന ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ആത്മ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആത്മയുടെ ഇടുക്കി ജില്ലാ ടെക്നോളജി മാനേജർ സെമിനാർ നടത്തി. മികച്ച കർഷകരായ മാത്യു ജോസഫ്, റൂബിൻ തോമസ്, ജോമൻ തോമസ് എന്നിവരെ ആദരിച്ചു. അലങ്കാര മത്സ്യകൃഷിയിൽ നിന്നും എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നും പിന്നാമ്പുറ മത്സ്യകൃഷി എങ്ങനെ ഓരോ വീട്ടിൽ നടത്താമെന്നും സംഘം പ്രസിഡന്റ് വിവരിച്ചു. മില്ലറ്റ് വർഷത്തിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത സെന്റ് ജോർജസ് HSലെ കുട്ടികൾക്ക് മൊമന്റോ വിതരണം ചെയ്തു. എക്സിക്യൂട്ടീവ് മെമ്പർ ജോമൻ ജോസഫ് ഗണപതി പ്ലാക്കലിന്റെ നേതൃത്വത്തിൽ പുരാവസ്തു ശേഖരണ പ്രദർശനം നടത്തി. 200-300 വർഷങ്ങൾ പഴക്കമുള്ള വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. കരിമണ്ണൂർ SJHSS സ്കൂൾ SPC ജില്ലാതല സമ്മർ ക്യാമ്പ് ഗ്ലോവിംഗ് 2K23 എന്ന പേരിൽ നടത്തി. ASP B കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജർ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC ജില്ലാതല സമ്മർ ക്യാമ്പ് ഗ്ലോവിംഗ് 2K23 എന്ന പേരിൽ നടത്തി. ASP B കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടുക്കി SPC പ്രോജക്ട് ADNO SR സുരേഷ് ബാബു ഗ്ലോവിംഗ് 2K23 ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു. ഇടുക്കി സബ് ഡിവിഷൻ DYSP ജിൽസൺ മാത്യു, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി, വൈസ് പ്രസിഡന്റ് ലിയോ കൊന്നപ്പള്ളി, കരിമണ്ണൂർ SHO IP ധനഞ്ജയദാസ് TV, KPOA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും KPHS ഡയറക്ടർ ബോർഡ് അംഗവുമായ ബൈജു, വാർഡ് മെമ്പർ ആൻസി സിറിയക്, സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു.
നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി മാത്യു ജോർജ് സ്വാഗതവും സ്കൂൾ HM സജി മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന് മുന്നോടിയായി വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ ടൗണിലൂടെ വിളംബര ജാഥയും സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ക്യാമ്പിന്റെ ഈ പ്രാവശ്യത്തെ മുഖ്യ ആശയം. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. ഓരോ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും ഈ മാസം തന്നെ മാലിന്യമുക്ത പഞ്ചായത്തും വാർഡുകളുമായിട്ട് പ്രഖ്യാപിക്കുവാൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കറിയാം നമ്മുടെ ഈ കല്ലാനിക്കൽ സ്കൂളിലെ NSS കുട്ടികൾ നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരണത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഈ പ്ലാസ്റ്റിക് നമ്മൾ ഒരിടത്ത് നിക്ഷേപിക്കരുത്, അല്ലെ അവർ വരുമ്പോൾ 50 രൂപ യൂസർ ഫീ കൊടുക്കുവാൻ നമ്മുടെ വീട്ടുകാർ മറന്നു പോകുന്നു, അവർ കൊടുക്കാതിരിക്കുന്നു. പക്ഷേ കുഞ്ഞു മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, മാലിന്യമുക്ത നവകേരളമായിട്ട് നമ്മുടെ കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ പഞ്ചായത്തിനെയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഗുണം എല്ലാ ജനങ്ങൾക്കുമാണ്. സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ മുഖ്യാതിഥിയായിരുന്നു. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ ക്യാമ്പ് ദിന സന്ദേശം നൽകി. ജനുവരി 1 വരെ കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന് മുന്നോടിയായി വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ ടൗണിലൂടെ വിളംബര ജാഥയും സംഘടിപ്പിച്ചു. മഞ്ഞുരുക്കൽ പരിപാടിക്ക് കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും KCYM സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായ പോൾ സേവ്യർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. ഇതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടങ്ങൾ സൗന്ദര്യവൽക്കരിച്ച് സ്നേഹാരാമം നിർമ്മിക്കുക, വയോജന സംഗമം, തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹസംവാദം, സന്നദ്ധമെന്ന പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണം, ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനുള്ള ഭാരതീയം എന്ന പ്രവർത്തനം, പോൾ ആപ്പ് പരിചയപ്പെടുത്തൽ, വൈവിധ്യമാർന്ന ക്ലാസുകൾ സംഘടിപ്പിക്കൽ, വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ അനിൽ M. ജോർജ് പറഞ്ഞു. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു, ഹെഡ് മിസ്ട്രസ് വിൽസി ജോസഫ്, കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് പ്രദീപ് പോൾ, NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജൂഡിത്ത് ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ അനിൽ M. ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കലയന്താനി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ആകാശവാണി കൊച്ചി FM-ന്റെയും നേതൃത്വത്തിൽ മില്ലറ്റ് ഫെസ്റ്റ് 2023 നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിനോടനുബന്ധിച്ച് ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും സെമിനാറും നടന്നു. കർഷകർക്കും പൊതുജനങ്ങൾക്കും ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനും പഞ്ചായത്തിൽ ചെറുധാന്യ കൃഷി വ്യാപിപ്പിക്കുന്നതിനുമായിട്ടാണ് മില്ലറ്റ് ഫെസ്റ്റ് 2023 സംഘടിപ്പിച്ചത്. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആകാശവാണി കൊച്ചി FM-ന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് വിഭവങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ചെറുധാന്യങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് തന്നെ പ്രത്യേകമായ സെമിനാറും കാര്യങ്ങളും കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം കൃഷി വകുപ്പിന്റെ കേന്ദ്ര കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധിയായ ഇടപെടലുകളൊക്കെ ഉണ്ടായത് പ്രത്യേകമായി സ്മരിക്കുകയാണ്. നമ്മുടെ കൃഷിക്കാർക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്ന, അതിലൂടെ നാടിനെല്ലാം ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കുന്ന ഒരു വലിയൊരു ചേഞ്ചായി, വലിയൊരു മാറ്റമായി ഈ സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. ഫെസ്റ്റിനോടനുബന്ധിച്ച് ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും സെമിനാറും നടന്നു. വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, MM അബ്ബാസ്, MJ സേവ്യർ എന്നിവർ സെമിനാർ നയിച്ചു. തിന, ചാമ, റാഗി, ചോളം, മണിച്ചോളം, കുതിരവാലി, വരക്, പനിവരക തുടങ്ങിയ ചെറുധാന്യങ്ങൾ വെള്ളത്തിൽ കുതിർത്തിയും പൊടിച്ചുമുണ്ടാക്കിയ 100 വിഭവങ്ങളാണ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചത്. ഗ്രാമങ്ങളിൽ അന്യമായി കഴിഞ്ഞ ചെറുധാന്യ കൃഷി തിരികെ കൊണ്ടുവരുന്നതിനുള്ള സന്ദേശം നൽകുന്നതിനും ഇത്തരം കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. ചെറുധാന്യ കൃഷി നടത്തുന്നതിന് തയ്യാറായി വരുന്നവരെ സഹായിക്കുന്നതിനായി അവയ്ക്ക് വിപണന സൗകര്യങ്ങളും ഒരുക്കുമെന്നും പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ BBC ന്യൂസിനോട് പറഞ്ഞു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും ആകാശവാണി FM നിലയം കൊച്ചിയും കൂടി
ആവശ്യമായി നടത്തുന്ന മില്ലറ്റ് ഫെസ്റ്റാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ പ്രദർശനവും ചെറുധാന്യങ്ങളുടെ വിപണനവും ഇവിടെ തന്നെ നടക്കുന്നു. ഇതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനാവശ്യമായ സബ്സിഡിയും മറ്റു കാര്യങ്ങളും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നൽകുകയും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ വിപണനം പഞ്ചായത്ത് നേരിട്ട് നടത്താനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അംഗൻവാടി ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, കർഷക ഗ്രൂപ്പുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വ്യത്യസ്തമായ നിരവധി വിഭവങ്ങളാണ് മില്ലറ്റ് ഫെസ്റ്റിനെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡയാന നോബി, നിസാമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ MS ബെന്നി, ദീപ ഷാജു, KM സെയ്ദ്, ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ശ്രീകല സി, ഷജി ബ്ലസ്സി, CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, ICDS സൂപ്പർവൈസർ നസ്രിൻ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പല്ലാരിമംഗലത്ത് നിർമ്മിക്കാൻ പോകുന്ന മാതൃക അംഗനവാടിക്ക് തറക്കല്ലിട്ടു. MLA ആന്റണി ജോൺ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അടിവാട് തെക്കേക്കവലയ്ക്ക് സമീപം വാങ്ങിയ 10 സെന്റ് സ്ഥലത്താണ് വിവിധ ഫണ്ടുകൾ ഉൾപ്പെടുത്തി അംഗനവാടി നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ 7 ലക്ഷം രൂപ വകയിരുത്തി അടിവാട് തെക്കേക്കവലയ്ക്ക് സമീപം വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് MLA ഫണ്ട് 25 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 6 ലക്ഷവും ഉൾപ്പെടെ 41 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് മാതൃക അംഗൻവാടിക്കായി വകയിരുത്തിയിട്ടുള്ളത്. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ നിർമ്മിക്കുന്ന അംഗൻവാടിയുടെ ശിലാസ്ഥാപന കർമ്മം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അപ്പോൾ ഇതിന്റെ ആദ്യ അവസാന പ്രവർത്തനങ്ങളിലെല്ലാം ഈ നാട്ടുകാരുടെ കൂടി നല്ല സഹകരണം തുടർന്നും നിങ്ങളെല്ലാവരും നൽകി വളരെ സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ മാതൃക അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ നസിയ ഷമീർ, റിയാസ് തുരുത്തേൽ, AA രമണൻ, മുൻ പഞ്ചായത്ത് അംഗം AP മുഹമ്മദ്, MM ബക്കർ, KK മൈദീൻ, PN സുമംഗല, MK ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ അല്ലസർ പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും കുമാരമംഗലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം PM അലി അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ KA ഖാലിദ് ആമുഖ പ്രഭാഷണം നടത്തി. തൊടുപുഴ അല്ലസർ പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റും കുമാരമംഗലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് പെരുമ്പളിച്ചിറ ലോവർ പ്രൈമറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. മാരക രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നാടിന്റെ മാലിന്യം മുക്തമാക്കി ഈ കുട്ടികൾ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നു. അവർക്ക് കുറേ ഇവർ നന്നാക്കുന്ന കുറേ ഇടങ്ങൾ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കും മറ്റ് സംരക്ഷിച്ച് പോകും. പക്ഷേ നമ്മളാണ് അതിനെ പിന്തുടർന്ന് സംരക്ഷിച്ച് ഇന്നത്തെ ഈ ഓർമ്മ നിലനിർത്താനായിട്ട് അതിനെ സംരക്ഷിച്ചു പോരേണ്ടത്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാണ്. നാട്ടുകാരായ നമ്മൾ തന്നെ അതിനെ സംരക്ഷിച്ച് അതിനെ വളർത്തി പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. ഗ്രാമപഞ്ചായത്ത് അംഗം PM അലി അധ്യക്ഷനായി. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ KA ഖാലിദ് ആമുഖ പ്രഭാഷണം നടത്തി. ക്യാമ്പിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ സഹായത്തോടെ പെരുമ്പളിച്ചിറ കുമാരമംഗലം കനാൽ റോഡിൽ സ്നേഹാരാമം, സ്കൂൾ ക്യാമ്പസിൽ പച്ചക്കറിത്തോട്ടം, കുടുംബ സന്ദർശനം, സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പോളിടെക്നിക് കോളേജിലെ 50ഓളം വോളണ്ടിയർമാരും അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം ലൈല കരീം, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി ജോർജ്, പോളിടെക്നിക് മെക്കാനിക്കൽ വിഭാഗം മേധാവി AR രാജ്മോഹൻ പിള്ള, ജനറൽ വിഭാഗം മേധാവി സിമിമോൾ NA, PTA പ്രസിഡന്റ് സജിന നിസാർ, വോളണ്ടിയർ സെക്രട്ടറി ഫാത്തിമ ശാരിക എന്നിവർ പങ്കെടുത്തു. പ്രോഗ്രാം ഓഫീസർ ധന്യ K തോമസ് സ്വാഗതവും അസോസിയേറ്റ് പ്രോഗ്രാം ഓഫീസർ VS അമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്ന് നശിക്കുന്നു. ഇതോടെ മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് നഷ്ടമാകുന്നത്.
40 വർഷം മുമ്പ് KK തോമസ് MLA ആണ് ആനപ്പള്ളം ചെരിപ്പേരിൽ കുട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സബ് സെന്റർ പണിയാൻ ഫണ്ട് അനുവദിച്ചത്. ഉപ്പുതറയിൽ നിന്നും JHI, JPHN തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സേവനത്തിനെത്തിയിരുന്നു. കെട്ടിടം തകർച്ചയിലായതോടെ ഉദ്യോഗസ്ഥരുടെ വരവ് നിന്നു. പിന്നീട് ചുറ്റും കാട് വളർന്ന് പരിസരം ഇഴജന്തുക്കളുടെ താവളമായി മാറി. അടർന്നു വീഴുന്ന മേൽക്കൂര ഏതു നിമിഷവും തകർന്നടിയുന്ന അവസ്ഥയിലാണ്. ജനലുകളും അഴികളും ദ്രവിച്ച് നശിച്ചു. ആകെയുള്ള ചുറ്റുമതിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ് ആനപ്പള്ളത്തെ ആരോഗ്യ സേവന കേന്ദ്രം. ഇതിൻ്റെ അവസ്ഥ ഒരു 4 വർഷമായി ഇതിന് പ്രവർത്തനം ഇല്ലാതായിട്ട്. ഇവിടെ ഒരു സിസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആഴ്ച ഒരിക്കൽ ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങിക്കുക, ഒരു വാക്സിൻ എടുക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഉപ്പാരെ കൊണ്ടുപോകണം. ഒരാൾക്ക് 70 രൂപ വണ്ടിക്കൂലി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്ര ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒന്നെങ്കിൽ ഇത് പ്രവർത്തനം തുടരുക ഹെൽത്ത് സെൻ്ററായിട്ട്, ഇല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടപ്പോൾ അവിടെ നല്ലൊരു അംഗൻവാടി പോലും ഇല്ല. അല്ലെങ്കിൽ അംഗൻവാടിക്കെങ്കിലും ഇത് കൊടുക്കണം. ഞങ്ങൾ മന്ത്രിമാർക്കൊക്കെ ഇപ്പോൾ നിവേദനം, കലക്ടർക്ക് നിവേദനം കൊടുക്കാനായിട്ടിരിക്കുക. ഇതൊരു SC കോളനി, പട്ടികാതി കോളനിയാണ്. ഈ കോളനിയുടെ പേരിൽ വന്നതുമാണിത്. പക്ഷേ ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ല. കുത്തിവയ്പ്, മെഡിക്കൽ ക്യാമ്പ് അടക്കം ആരോഗ്യവകുപ്പിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണിപ്പോൾ നടത്തുന്നത്. സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതോടെ തോട്ടം തൊഴിലാളികൾക്കും ആശ്രിതർക്കും വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘം നടത്തിയിരുന്ന പ്രതിമാസ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി നടക്കുന്നില്ല. NHM ഫണ്ടിൽപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. അതിനിടെ സബ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ സൗകര്യപ്രദമായ 10 സെന്റ് സ്ഥലം 2020 മാർച്ചിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലും തുടർ നടപടിയുണ്ടായില്ല. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിലാണ് ആനപ്പള്ളം സബ് സെന്റർ. ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട് വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി ജില്ലയിൽ ഇത്തവണ ക്രിസ്തുമസിന് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടി മാത്രം കുടിച്ചു തീർത്തത് 6.5 കോടിയുടെ മദ്യം. വിൽപ്പനയുടെ കാര്യത്തിൽ ഇത്തവണയും കട്ടപ്പന തന്നെയാണ് മുന്നിൽ. 83,76,720 രൂപയുടെ കച്ചവടമാണ് കട്ടപ്പനയിൽ നടന്നത്. തൊട്ടുപിന്നിൽ തടിയമ്പാട് 48 ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ 3-ാം സ്ഥാനത്തുള്ള തൂക്കുപാലത്ത് 43 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ക്രിസ്തുമസ് ദിനത്തിലും ക്രിസ്തുമസ് തലേന്നത്തെയും വിൽപ്പനയുടെ കണക്കുകളാണ് ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ടത്. മുൻ വർഷത്തേക്കാൾ 1.5 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത്. മുൻവർഷത്തേക്കാൾ മികച്ച വിൽപ്പനയാണ് ഇത്തവണ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലും നടന്നത്. പട്ടണങ്ങളിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കൊപ്പം ഗ്രാമീണ മേഖലകളിലെ ഷോപ്പുകളിലും മികച്ച വിൽപ്പന നടന്നു. ജില്ലയിൽ ആകെയുള്ള 18 ഔട്ട്ലെറ്റുകളിൽ ക്രിസ്തുമസ് തലേന്ന് 3,61,18,730 രൂപയുടെ വിൽപ്പനയും ക്രിസ്തുമസ് ദിനത്തിൽ 2,70,68,990 രൂപയുടെ വിൽപ്പനയുമാണ് നടന്നത്. 2 ദിനങ്ങളിലുമായി ആകെ 6,31,87,770 രൂപയുടെ മദ്യം വിറ്റു. ഏറ്റവും അധികം വിൽപ്പന നടന്നത് കട്ടപ്പനയിലാണ്. 83 ലക്ഷത്തിലധികം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. തൊട്ടുപിന്നിൽ തടിയമ്പാട് 48,63,140 രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൂക്കുപാലം ബിവറേജസ് ഔട്ട്ലെറ്റിൽ 43,26,620 രൂപയുടെ വിൽപ്പനയുമായി 3-ാം സ്ഥാനത്ത് ഇടം പിടിച്ചു. 4-ാം സ്ഥാനത്ത് തൊടുപുഴ ചുങ്കം ഔട്ട്ലെറ്റിൽ 43,12,320 രൂപയുടെ വിൽപ്പനയും 5-ാം സ്ഥാനത്ത് കൊച്ചറ ഔട്ട്ലെറ്റിൽ 41,66,350 രൂപയുടെ വിൽപ്പനയുമാണ് നടന്നത്. ബാക്കിയുള്ള ഔട്ട്ലെറ്റുകളിലൂടെ കണക്ക് ഇങ്ങനെ: തൊടുപുഴ ഔട്ട്ലെറ്റിൽ 33 ലക്ഷം രൂപയും, കരിമണ്ണൂരിൽ 30 ലക്ഷം രൂപയും, മൂലമറ്റത്ത് 23 ലക്ഷം രൂപയും, 3-ാം ഔട്ട്ലെറ്റിൽ 13 ലക്ഷത്തിന്റെയും വിൽപ്പന നടന്നപ്പോൾ 2-ാം ഔട്ട്ലെറ്റിൽ 32 ലക്ഷത്തിന്റെ വിൽപ്പന നടന്നു. കുഞ്ചിത്തണിയിൽ 30 ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ കോവിൽക്കടവ് 21 ലക്ഷവും രാജാക്കാട് 40 ലക്ഷം രൂപയുടെ വിൽപ്പനയുമാണ് നടന്നത്. പൂപ്പാറയിൽ 19 ലക്ഷവും, രാജകുമാരിയിൽ 30 ലക്ഷവും, ചിന്നക്കനാലിൽ 12 ലക്ഷവും, ഉപ്പുതറയിൽ 37 ലക്ഷവും, വാഴക്കുളത്ത് 33 ലക്ഷത്തിന്റെയും വിൽപ്പനയുണ്ടായി. ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് ചിന്നക്കനാൽ ഔട്ട്ലെറ്റിലാണ്. 12,37,040 രൂപയുടെ കച്ചവടമാണ് ഇവിടെ നടന്നത്. പുതുവത്സര തലേന്ന് മികച്ച വിൽപ്പന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിവറേജസ് കോർപ്പറേഷൻ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ശബരിമല വിശേഷം. ശബരിമല സന്നിധാനത്തെ നടപ്പന്തലിലെ സ്റ്റേജിൽ ശ്രീ ശിവഭജന സംഘം നടത്തിയ നാമജപ അർച്ചന ശ്രദ്ധേയമായി. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശരണം ശരണം ദേവി ദയാമയേ
മണ്ഡലകാല പൂജയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് ശബരിമല നട ഇന്ന് അടയ്ക്കും. ഡിസംബർ 30-ന് നട വീണ്ടും തുറക്കും. മകരവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ചാണ് നട തുറക്കുന്നത്. ജനുവരി 15-നാണ് മകരവിളക്ക്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് പരിസമാപ്തി. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. ഇന്ന് നടത്തിയ തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ ശ്രദ്ധേയമായി. രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു തങ്ക അങ്കി ചാർത്തൽ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഭക്തിസാഗരത്തിന്റെ നടുവിൽ ശബരീശന് തങ്ക അങ്കി ചാർത്തി ദീപാരാധന. രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പൂജ നടന്നു. മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി സന്നിധാനത്തെത്തിച്ച തങ്ക അങ്കിക്ക് ഭക്തിനിർഭരമായ വരവേൽപ്പ് നൽകി. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭക്തിസാഗരത്തിന്റെ നടുവിൽ ശബരീശന് തങ്ക അങ്കി ചാർത്തി ദീപാരാധന. മണ്ഡല ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടത്തി. മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി സന്നിധാനത്ത് എത്തിച്ച തങ്ക അങ്കിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡല പൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള 451 പവൻ തൂക്കമുള്ള തങ്ക അങ്കി 1973-ൽ നടക്കി വെച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്ക അങ്കി ഘോഷയാത്ര 3 മണിയോടെ സന്നിധാനത്തേക്ക് തിരിച്ചു. വൈകിട്ട് 5:20-ന് ശരംകുത്തിയിലെത്തി ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി. എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ OG ബിജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ്, പോലീസ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ സുരേഷ് ബാബു, വിജിലൻസ് സബ് ഇൻസ്പെക്ടർ ബിജു, ദേവസ്വം ബോർഡ് PRO സുനിൽ അരുമാനൂർ എന്നിവരടങ്ങിയ സംഘം ശരംകുത്തിയിലെത്തി തങ്കാങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. 18-ാം പടിക്ക് മുകളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് അംഗങ്ങളായ A അജികുമാർ, G സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്ക അങ്കി ഏറ്റുവാങ്ങി. ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി MG രാജമാണിക്യം, ADGP MR അജിത് കുമാർ, ADM സൂരജ് ഷാജി, സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ, ദേവസ്വം കമ്മീഷണർ CN രാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് സോപാനത്തിൽ വെച്ച് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്ക അങ്കി ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി. 6:41-ന് തങ്കാങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു. തുടർന്ന് ഭക്തർക്ക് തങ്കാങ്കി വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അവസരമൊരുക്കി. ന്യൂസ് ബ്യൂറോ, ശബരിമല. കുട്ടികളിൽ അതിജീവന കഴിവുകൾ വളർത്തിയെടുക്കുവാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണം. ബ്രിഗേഡിയർ ബിജു ശാന്തറാം കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നേതൃത്വം നൽകുന്ന അഖിലേന്ത്യാ ട്രെക്കിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിൽ അതിജീവന തത്വങ്ങളും പ്രതിസന്ധികളെ നേരിടുവാനുള്ള കരുത്തും ലഭിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ബിജു ശാന്താറാം അഭിപ്രായപ്പെട്ടു. കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നേതൃത്വം നൽകുന്ന അഖിലേന്ത്യാ ട്രക്കിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ NCC കേഡറ്റുകളുടെ സമഗ്രമായ വികസനത്തിനായി ആവിഷ്കരിക്കുന്ന വിവിധ കർമ്മ പരിപാടികളിൽ പ്രമുഖമാണ് ദേശീയ ക്യാമ്പുകൾ. തുടർച്ചയായ 13-ാം വർഷമാണ് ദേശീയ തലത്തിൽ പ്രശസ്തമായ കേരള ട്രക്ക് 1 ക്യാമ്പിന് നവോദയ വിദ്യാലയം വേദിയാകുന്നത്. കോട്ടയം NCC ഗ്രൂപ്പ് കമാൻഡർമാരായ ബ്രിഗേഡിയർ ബിജു ശാന്താറാം, ബ്രിഗേഡിയർ GS റെഡ്ഡി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. കുളമാവ് വനമേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 4 റൂട്ടുകളിലാണ് ട്രക്കിംഗ് നടക്കുക. ട്രക്കിംഗ് ഒപ്പം സ്റ്റഡി ക്ലാസുകൾ, കൾച്ചറൽ പരിപാടികൾ, ഇടുക്കി ഡാം സന്ദർശനം, വിവിധ പരിശീലന പരിപാടികൾ, ദേശീയോദ്ഗ്രഥന ക്യാമ്പയിനുകൾ എന്നിങ്ങനെ നിരവധി കർമ്മ പരിപാടികളാണ് ക്യാമ്പിന്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ട്രെക്കിൽ നമ്മൾ 4 ട്രെക്ക് റൂട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. ഓരോ ഡയറക്ടറേറ്റും ഓരോ ട്രെക്ക് റൂട്ടിലായിരിക്കും പോകുന്നത്. ഈ ട്രെക്ക് ഇന്നലെയാണ് തുടങ്ങി, 22 ഡിസംബർ, അവസാനിക്കുന്നത് 29-ാം തീയതിയാണ്, ഡിസംബർ 29-ാം തീയതിയാണ്. ഇതിൻ്റെ നടുവിലുള്ള 8 ദിവസത്തിൽ ഈ കെഡറ്റ്സ് 6 പ്രാവശ്യം ട്രെക്കിങ്ങിന് പോകും. ട്രെക്കിംഗ് അല്ലാണ്ട് പിന്നെ ഈ ക്യാമ്പ് നമ്മൾ കുറച്ച് ലെക്ചേഴ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വിസിറ്റ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, യോഗ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ട് ട്രീ പ്ലാന്റേഷൻ ആക്ടിവിറ്റിയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇടുക്കി ഇസ് എ ഗ്രീൻ സോൺ ആൻഡ് ഇവിടുത്തെ എൻവയറമെൻറ്റിനെ രക്ഷപ്പെടുത്തി എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയറമെൻറ്റ്, അതും നമ്മളെ NCC കാഡറ്റ്സിൽ ഇൻസ്റ്റിൽ ചെയ്യാനാണ് നമ്മളെ എയിം.
18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, കേണൽ റോഹിദാഷ് സിംഗ്, തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജേഷ് C. മാത്യു, ജവഹർ നവോദയ വിദ്യാലയം NCC ഫസ്റ്റ് ഓഫീസർ ഡോക്ടർ സജീവ് K. വാവച്ചൻ എന്നിവരാണ് ക്യാമ്പിന്റെ ചുമതല വഹിക്കുക. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 525 കേഡറ്റുകളും സൈനികരും ഉദ്യോഗസ്ഥരും ക്യാമ്പിൽ പങ്കെടുക്കും. NCC കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ GS മംഗത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥർ ക്യാമ്പ് സന്ദർശിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ കർഷക ദിനം ആചരിച്ചു. സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA ജോൺ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യ വകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്ന് നശിക്കുന്നു. പല്ലാരിമംഗലത്ത് നിർമ്മിക്കാൻ പോകുന്ന മാതൃക അംഗനവാടിക്ക് തറക്കല്ലിട്ടു. MLA ആന്റണി ജോൺ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ ഇത്തവണ ക്രിസ്തുമസിന് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടി മാത്രം കുടിച്ചു തീർത്തത് 6.5 കോടിയുടെ മദ്യം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.